മാസങ്ങൾ നീണ്ട താരിഫ് യുദ്ധത്തിനൊടുവിൽ ഈയിടെയാണ് ഇന്ത്യ US വ്യാപാര കരാർ പ്രഖ്യാപിക്കുന്നത്. കരാർ യാഥാർത്ഥ്യമായതോടെ പ്രശ്നം നരേന്ദ്രമോദി സർക്കാർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ കീഴടങ്ങിയെന്നും നട്ടല്ലാത്ത പ്രധാനമന്ത്രിയാണ് ഇന്ത്യക്ക് ഉള്ളത്, ഭാരതത്തെ വിറ്റ് കാശാക്കുകയാണ് മോദി ചെയ്യുന്നതെന്ന വിമർശനങ്ങളാണ് പ്രതിപക്ഷ പാർട്ടികൾ അടക്കം അഴിച്ചുവിട്ടത്. മാത്രമല്ല, ട്രംപ് മോദിയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താനും ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ അതിന്റെ മുന്നോടിയായി വീണ്ടും വ്യാജ പ്രചരണങ്ങൾ നടക്കുകയാണ്. ചില കേന്ദ്രങ്ങളിൽ നിന്ന് മോദി ട്രംപ് ബന്ധത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലെ വീഡിയോ ആണ് പങ്കുവച്ചിരിക്കുന്നത്. അതായത്, ഒരിക്കൽ ട്രംപ് മോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടയിൽ തമാശ രൂപേണ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: മോദിയുടെ കരിയർ തകർക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ഒടുവിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ പ്രതികരിച്ച് വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത്തരം വീഡിയോകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കി. വീഡിയോയുടെ സത്യാവസ്ഥ പരിശോധിക്കുമെന്നും വ്യാജ പ്രചരണങ്ങൾ അനുവദിക്കില്ലെന്നും രൺദീപ് ജയ്സ്വാൾ ആവർത്തിച്ചു. 2025 ഒക്ടോബറിൽ വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ പ്രധാനമന്ത്രി മോദിയെ മഹാനായ വ്യക്തിയെന്ന് വിശേഷിപ്പിച്ച ട്രംപ് അദ്ദേഹം ട്രംപിനെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞു. തൊട്ടു പിന്നാലെ തനതായ ശൈലിയിൽ ചിരിച്ചുകൊണ്ട് ട്രംപ് കൂട്ടിച്ചേർത്തു: ആ സ്നേഹം എന്ന വാക്കിനെ നിങ്ങൾ തെറ്റായി കാണരുത്. എനിക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തകർക്കാൻ താല്പര്യമില്ലെന്ന് ട്രംപ് തമാശയ്ക്കായി പറഞ്ഞതെങ്കിലും ഒരു വിഭാഗം ആളുകൾ ഇതിനെ മോദിക്കെതിരായുള്ള ട്രംപിന്റെ ഭീഷണിയായാണ് ഇപ്പോൾ ചിത്രീകരിക്കുന്നത്. ട്രംപിന്റെ വാക്കുകൾ അന്നൊരു തമാശയായിരുന്നെങ്കിൽ അത് ഇന്ന് ദുരുദ്ദേശപരമായി ഉപയോഗിക്കുന്നതിനെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ആവശ്യമുയരുന്നത്. അതേസമയം കേന്ദ്ര ബജറ്റിനെയും ഇന്ത്യ US കരാറിനെയും കടന്നാക്രമിച്ച് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു. രാജ്യത്തിന് ട്രംപിന് വിറ്റു എന്ന് ആരോപിച്ച് രാഹുൽ ഗാന്ധി അമേരിക്കയ്ക്ക് മുന്നിൽ പൂർണ്ണമായും കീഴടങ്ങുന്നതാണ് കരാറെന്നും ബജറ്റ് ചർച്ചയ്ക്കിടെ ആരോപിച്ചിരുന്നു. ഇന്ത്യ US കരാറിൽ എന്തെന്ന് എപ്പോഴും വ്യക്തമല്ല. നമ്മൾ എന്ത് വാങ്ങണമെന്ന് അമേരിക്ക തീരുമാനിക്കുന്ന സ്ഥിതിയാണ്. പ്രധാനമന്ത്രിക്ക് ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല. ഇന്ത്യയെ വിൽക്കുന്നത് ലജ്ജാകരമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. കർഷകരുടെ സംരക്ഷണം എന്തുകൊണ്ട് ഇന്ത്യ ആവശ്യപ്പെട്ടില്ല എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. പ്രതിരോധ ബജറ്റ് അദാനിക്കായി കൊണ്ടുവന്നത്. അദാനിയാണ് ബജറ്റിന്റെ കേന്ദ്രബിന്ദു. പ്രതിരോധ ബജറ്റ് അംബാനിക്ക് വേണ്ടിയാണെന്നും രാഹുൽ പറഞ്ഞു. ഇതോടെ അദാനിയും അംബാനിയുടെയും പേര് പരാമർശിക്കരുതെന്ന് സ്പീക്കർ റൂളിംഗ് നൽകി. US-മായി വ്യാപാര കരാർ ഉണ്ടാക്കിയതിൽ ഡേറ്റാ സംരക്ഷണം ഉറപ്പാക്കിയില്ല. ഊർജ്ജ സുരക്ഷിതത്വത്തിൽ വിട്ടുവീഴ്ച പാടില്ലായിരുന്നു. എവിടെ നിന്ന് എണ്ണ വാങ്ങണമെന്ന് US തീരുമാനിക്കുന്ന അവസ്ഥയാണെന്നും US-മായി കരാർ ഒപ്പിട്ടത് സമ്മർദ്ദം മൂലമാണെന്നും രാഹുൽ ഗാന്ധി മോദി സർക്കാരിനെതിരെ ആരോപിച്ചിരുന്നു. മോദി സർക്കാർ ഡിജിറ്റൽ ട്രേഡിൽ നിയന്ത്രണം നഷ്ടമാക്കി. US ഉൽപ്പന്നങ്ങൾക്ക് വിപണി തുറന്നു നൽകി. പ്രധാനമന്ത്രിക്ക് നാണമില്ലേ എന്നും രാഹുൽ ചോദിച്ചിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.